ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന നമ്മുടെ കണ്ണൂർ വീട്ടിലെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനാണ് ആദ്യം എഴുന്നേക്കുക. അപ്പൂനെ പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് വന്ന് വിളിക്കണം, എന്നാലേ എണീക്കൂ കേട്ടോ. ഞാൻ ഈ നൊണ്ടി വരുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാല് ഫ്രാക്ചർ ആയേക്കാണ്. അതുകൊണ്ട് ഇങ്ങനെ വൈദ്യര് കെട്ടിയിട്ടുണ്ട്. അപ്പം നിലത്ത് കാല് കുത്തി നടക്കാൻ കഴിയില്ല. അങ്ങനെ എണീറ്റ് നമ്മളെ രാവിലത്തെ ഒരു ബേസിക് ഫ്രഷനപ്പ് പരിപാടികളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മുടെ ആളിപ്പോൾ ഒന്നും എണീക്കില്ല, നല്ല ഉറക്കത്തിലാണ്. ഇവിടെ വരുമ്പോൾ അല്ലേ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ, അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാറില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയതിനു ശേഷം ഒരു 10 മണിക്ക് ശേഷമേ പോയി വിളിക്കുകയേ ചെയ്യുള്ളൂ എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇപ്പോൾ ഭയങ്കര ഏർലി മോർണിംഗ് ഒന്നുമല്ല, ഒരു 7:30, 7:45, 8, 8:30 ആ സമയത്താണ് ഞാൻ എന്നും എണീറ്റ് താഴേക്ക് വരാറ്. ഞാൻ വരുമ്പോഴത്തേനും അമ്മ എണീറ്റിട്ടുണ്ടാവും കേട്ടോ. അമ്മ കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ വന്നതിന് ശേഷം പിന്നെയാണ് ചെയ്യുക കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ദോശയും മുട്ടക്കറിയാണ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ദോശ പരത്താനുള്ള എൻ്റെ തത്രപ്പാടാണ് കാണുന്നത്. ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ ചില സമയത്ത് എനിക്ക് ശരിയായി കിട്ടത്തില്ല. പക്ഷേ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ആ ചട്ടി ഞാൻ പുകച്ച് കരിച്ച് വെച്ചേക്കാണ്. അത്ര ചൂടിൽ പരത്തി കഴിഞ്ഞാൽ ദോശ കിട്ടത്തില്ലല്ലോ. പക്ഷേ ഞാൻ എന്തോ ചട്ടി വെച്ചിട്ട് വേറെ എന്തോ പരിപാടിക്ക് പോയി. പിന്നെ അങ്ങനെ ദോശ മൊത്തം ചുട്ട് തീർന്നു. അതിൻ്റെ പകുതിക്ക് വെച്ച് ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ കറിയും ആക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് ഈ വ്ളോഗ് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം മറന്നു പോകുന്നത്. അതുപോലെ ഈ വ്ളോഗിൽ ഞാൻ മറന്നുപോയി. ഞാൻ ദോശ ഉണ്ടാക്കി, എന്നിട്ട് ദോശ മടമടാന്നടിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി. പിന്നെ എന്തിനാണല്ലേ, അതൊക്കെ വെരി അൺനെസസറി തിങ്സാണ്. ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കാണേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ചടങ്ങുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാം കാണിക്കണം എന്നാണല്ലോ. പക്ഷേ ഞാനത് മറന്നുപോയി. എന്ത് സോറി അല്ലയാ, ഞാൻ പറ്റുകയാണെങ്കിൽ ചോറ് കുത്തിക്കയറ്റുന്നത് കാണിച്ചു തരാം. അതിപ്പോൾ സമയം ഒരു ദൈവമേ 11 മണിയാ, 11 മണിയാവുന്നുണ്ട്. നമ്മൾ അപ്പൂന് ഇപ്പോഴും സുപ്രഭാതമായിട്ടില്ല. അപ്പം നമുക്ക് അപ്പൂനെ പോയിട്ടൊന്ന് ചവിട്ടി എണീപ്പിച്ചിട്ട് വരാം. കുട്ടി, സമയം 12:30. ഇപ്പോഴാണോ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത്? ഞാൻ ഡെയിലി അവിടെ 5:30 ഓർഗനൈക്കുന്ന ഒരാളാണ്, മനസ്സിലായോ? നാട്ടിലെത്തുമ്പോൾ ഉറങ്ങാൻ വേണ്ടി പറ്റാ. അത് വെച്ച് ഉറങ്ങണം. അത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 10 മണിക്ക് ശേഷം ഇവിടെ മെസ്സ് ക്ലോസാ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പട്ടിണി. തുമാര ഗാന തീർന്നു പോച്ച്. ഞാൻ ജസ്റ്റ് 2 പഴം 2 മുട്ട. ഓ എന്റെ മോനെ. പിന്നെ ഞാൻ ഇവിടെ നിന്റെ മുകളിലൊരു ക്യാമറ ഫിറ്റ് ചെയ്യും. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓൺലി. അമ്മ ചായക്കടി. ചായ ഇല്ല, കടിയില്ല. ഒരു ഗ്ലാസ് പാലും വെള്ളം. പാലും വെള്ളവും ഇല്ല. അമ്മ ഹോർലിക്സില്ല. ഇനി നമ്മൾ ലഞ്ച് പരിപാടി തുടങ്ങുകയാണ്. ഞാൻ മീൻകറി വെക്കാൻ പോകട്ടോ. ചോറ് അമ്മ വെച്ചിട്ടുണ്ട്, അപ്പോൾ കറി പരിപാടി എൻ്റെ വകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അയിലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി റെസിപ്പിയാണ് നിങ്ങൾ കാണുന്നത്. ജസ്റ്റ് ഇതെല്ലാം വഴറ്റി പൊടികളൊക്കെ ഇട്ട് പുളി ഒഴിഞ്ഞ് അയിലയിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ അയില മുളകിട്ടതാണ് വെക്കുന്നത്. ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ്, പലതരത്തിലും വെക്കാറുണ്ട്. ഇത് അതിലേതോ ഒരു തരമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു, അതായത് നമ്മൾ ചോറുണ്ടായിരുന്നു, അതും ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോയി, മറ്റേ അരണ ബുദ്ധി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ച സമയമായി, ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് കൊളാബറേഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ ലാപ്ടോപ്പ് ഫ്രണ്ടിലുണ്ട്, കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തായിരുന്നു. എന്തിനെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, എനിക്ക് ഡ്രസ്സ് മാറ്റാൻ തോന്നി. പിന്നെ ഞാനൊരു എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, ബാക്കി വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഉറക്കം തോന്നിയിരിക്കുന്ന പോലെ ഒരു ഫീല്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഈ പെണ്ണ് കുളിയും നനയൊന്നും ഇല്ലാതെ ഇരിക്കുകയെന്ന് തോന്നൂലേ? സത്യമാണ്, കുളിയും നനയില്ലാതെയാണ് ഇരിക്കുന്നത്. കുളിക്കണം, അത്ര ഞാൻ പഠിച്ചിട്ട് കൈ കടഞ്ഞു പോയി. ഇനി കുളിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാല് ഇങ്ങനെയാണ്, ഇത് നനയ്ക്കാൻ പറ്റില്ല. നനച്ച് കഴിഞ്ഞാൽ ഇതെന്തോ വൈദ്യരെന്തോ മരുന്നൊക്കെ ഇട്ട് കെട്ടിയതാണ്. അപ്പം നനച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളിങ്ങനെ സ്മെല്ലായി, പിന്നെ ആ മരുന്ന് പിടിക്കൂലല്ലോ. അപ്പോൾ ഇങ്ങനെ മറ്റേ കാലൊടിഞ്ഞ ആൾക്കാർ ചെയ്യുന്ന പോലെ സ്റ്റൂളൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വേണം കുളിക്കാൻ. അല്ലെങ്കിൽ കവർ എന്തെങ്കിലും കെട്ടിയിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ അതിന് എനിക്ക് നമ്മുടെ അപ്പുക്കുട്ടൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ അപ്പ് താഴെ വെറുതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ, എനിക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ഒരു 2 വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി കയറിയതാണ് ഞാൻ മുകളിലേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. വീഡിയോസ് വേഗം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്.
ഇപ്പോൾ ഞാൻ കറൻ്റ്ലി വർക്കിംഗ് അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഫുൾ കോൺസെൻട്രേഷൻ ഇതിന് കൊടുക്കാം. പക്ഷേ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട്, പേഴ്സണൽ ഇൻ ദ സെൻസ് ഭയങ്കര സാഡ് കാര്യങ്ങളൊന്നുമല്ല, വേറെ കുറച്ച് നല്ല കാര്യങ്ങളായിട്ട് തന്നെ ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമുക്ക് പണ്ടത്തെ പോലെ എപ്പോഴെപ്പോഴും വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത്. അതിനിടയ്ക്ക് വെച്ച് ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ, അതില്ലാണ്ടായിപ്പോയത്. അപ്പോൾ ഇനി വീണ്ടും ബാക്ക് ഓൺ ട്രാക്ക് ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചാൽ പിന്നെ എനിക്ക് സമയം നോക്കിയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടാൽ മതിയല്ലോ. ഈ എടുക്കാനിരിക്കുന്നതാണ് ഭയങ്കര ഒരു ലൈക്ക് ഒരുങ്ങി ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചടങ്ങാണ്. പക്ഷേ ഐ ലവ് ടു മേക്ക് വീഡിയോസ് ആൻഡ് നിങ്ങൾക്ക് അയച്ചു തരുന്നതല്ല നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് ഞാൻ ഫോണിന് എവിടെയെങ്കിലും വെക്കാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മളെ പണിയൊക്കെ തീർന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് നമ്മളൊരു വീഡിയോ എടുത്തു. ഇപ്പോൾ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ, അത് നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലൊക്കെ വരും, ഇന്നോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവും. ഈ ഡ്രസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് ആ വീഡിയോ. അപ്പോൾ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞു. ഇനി കുട്ടി അതിൻ്റെ ഒരു എൻഡിങ് പാട്ടും കൂടെ പറയാനുണ്ട്. 2-3 ഷോർട്സിൻ്റെ കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ടൗണിൽ പോകണം. അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പരിപാടി? ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നെ പോലെ ഇങ്ങനെ അൺപ്രൊഡക്റ്റീവായിട്ട് ദിവസം തള്ളി നീക്കുന്നതാണോ നിങ്ങൾ? അതോ എന്താണ്, ഹൗ ഇസ് മൈ ഡ്രസ് ആക്ച്വലി? അതൊന്ന് പറയൂ, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഇത്. എനിക്ക് തോന്നുന്നു സുഡിയോ ആണെന്ന് തോന്നുന്നു. സുഡിയോന്ന് എടുത്ത ഡ്രസ്സാണ്. സുഡിയോ മാക്സ് എവിടെ നിന്നാണെന്ന് അറിയില്ല, സുഡിയോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡ്രസ്സ് വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാം, പക്ഷേ ഞാൻ സ്ട്രാപ്പുള്ള ബ്രായിട്ടുണ്ട്, അങ്ങനെ താത്തുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ വീഡിയോ എടുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മളൊന്ന് ടൗണിൽ പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടാറ്റയും ഉമ്മയൊക്കെ തരുന്നുണ്ട്. ആളെവിടെ കണ്ണ് പൊടിയിടാൻ പോലും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പെടുത്താതെ കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് ഇട്ടത്, എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി. വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആ വീഡിയോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ തരാപ്പാറാകുന്ന സമയം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 6:45-7 മണി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ടൗണിൽ പോവാണ് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, കുറച്ച് പച്ചക്കറി സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ അതല്ലാണ്ട് അപ്പക്കുട്ടൻ എന്തോ സാധനം മേടിച്ചു തരാന്ന് പറഞ്ഞു. എനിക്ക് എന്താ അപ്പക്കുട്ടാ എന്തോ സാധനം മേടിച്ചു തരാൻ പറഞ്ഞു. അവന് പാനിപ്പൂരിയൊക്കെ തിന്നിട്ടേ വരുള്ളൂ. പാനിപ്പൂരി തിന്നും. ശരിയേ, അപ്പൊ ബൈ. നീ പറഞ്ഞു, ഞാൻ ആ ചൂള്ള പറഞ്ഞേ. ഓക്കെ, ബൈ. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് എങ്ങനെയാണ് എടുക്കേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, കുറെ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. ആരൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വല്ലും ബ്രേക്കില്ലാത്ത സംസാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഈ കുട്ടിമണിയെ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പൊ പിന്നെ ഞാൻ പറയാൻ നിൽക്കാം. ഓക്കെ, ബൈ. നിങ്ങളിപ്പോൾ കാണുന്നത് തക്കാളി വാങ്ങാൻ പോകുന്ന ഒരു കുടുംബസ്ഥനെയാണ് കേട്ടോ. അപ്പോ ഷോപ്പിങ്ങിന് പോവാണോ അവനെ? ആകെ തക്കാളി മാത്രമേ വാങ്ങാനുള്ളൂ. ഞാൻ കരുതിക്കൂട്ടിവനെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. എന്നാലേ ഉള്ളൂ എനിക്ക് അവിടുന്ന് വേറെ എന്തെങ്കിലും വാങ്ങാൻ പറ്റും. അപ്പോൾ ബൈ. പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി പാലിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ എടുക്കണം എന്ന് മനസ്സിൽ കരുതി കൂട്ടിയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആവശ്യമുള്ള സാധനമായിരുന്നു കേട്ടോ. നമ്മുടെ ഗിവ് അവേൻ്റെ പ്രൈസ് കിട്ടുന്ന വിന്നേഴ്സിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അങ്ങനത്തെ പേപ്പേഴ്സ് തരയുമായിരുന്നു. പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളതൊക്കെ മേടിച്ച് നമ്മൾ നേരെ പാനിപ്പൂരി കഴിക്കാനാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ, പാനിപ്പൂരി എന്ന് പറഞ്ഞ് പോയാലും ഫസ്റ്റ് നമ്മൾ ദഹി മസാലയിൽ നിന്ന് തുടങ്ങി അതിനുശേഷം പാനിപ്പൂരിയും മസാലപ്പൂരിയും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരുക കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സാധനം കഴിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ഓർഡർ ചെയ്ത് കഴിക്കും. പിന്നെ ഇതായിരുന്നു നമ്മളെ ഡിന്നർ. ഇത് കുത്തിക്കെറ്റി ആ വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വയറ്റിനകത്തേക്ക് ഒന്നും കയറില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ശമനം അല്ലാതെ വയറ് നിറച്ച് ഇതന്നെ കഴിച്ചിട്ട് നമ്മൾ പാർസൽ അമ്മയ്ക്ക് വീട്ടിലേക്കും മേടിച്ചിട്ട് നമ്മൾ പോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി നമ്മളൊരു ദിവസം അങ്ങ് തീർന്നു. ഇതാണ് ഡേ ഇൻ മൈ ലൈഫ്. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ബട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ കാണാം.